എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് നടത്താനിരിക്കുകയാണ്. നമ്മുടെ ഓരോ സ്ഥാപനങ്ങളിലേക്കും ഓഫീസുകളിലേക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ഷെൽഫാണ് ഈ ബോക്സിലുള്ളത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഓർഡർ ചെയ്യുകയും ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യുകയും എത്തുകയും ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡ് ഒക്കെ നമുക്ക് പോർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെൽഫാണിത്. എവിടേക്ക് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറ്റി കൊണ്ടുപോകാൻ, ഒരു ഓഫീസിൽ നിന്ന് മറ്റു ഓഫീസിലേക്ക് മാറുമ്പോൾ അവിടേക്ക് നമുക്ക് മാറ്റാൻ പറ്റിയ രൂപത്തിലുള്ള ഓരോരോ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള രൂപത്തിലാണ് ഇതിന്റെ സ്ട്രക്ചർ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ എന്തൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളിട്ടുള്ളതെന്ന് ആദ്യം പ്രശ്നിച്ചത്. ഇതൊക്കെയുള്ള ക്ലോത്താണ്. ബി ക്ലോത്ത്, വെർട്ടിക്കൽ ബി ക്ലോത്ത് എന്ന പേരിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റാൻഡിന് വേണ്ടിയിട്ടുള്ള ഒന്ന് സ്റ്റാൻഡ് രൂപത്തിൽ കമ്പിയാണ് ഇവിടെ ഉള്ളത്. ഇത് പ്ലാസ്റ്റിക് ആണുള്ളത്, നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് പ്ലാസ്റ്റിക്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഒന്ന് കാണാവുന്നതാണ്. ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ നമ്മളെ ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ഉണ്ട്, അത് എടുത്തിട്ട് ഏത് പീസും എല്ലാ പീസും സെയിം ആണ്. എല്ലാം ഡിഫറൻസ് ഒന്നുമില്ല, സെയിം ആണ്. ഏത് ഭാഗവും താഴ്ഭാഗത്ത് വെക്കാം, മുകൾ ഭാഗത്തേക്കൊക്കെ ആകും. ഇത് നമ്മൾ താഴ്ഭാഗത്തേക്ക് വെച്ചിട്ട് ഇതിന്റെ മുകളിൽ ഒരു ഇരുമ്പിന്റെ പീസ് കൊടുക്കുന്നു. ഇരുമ്പോട് സാമ്യതയുള്ള നല്ല ക്വാളിറ്റിയുള്ള അലൂമിനിയാണ് ഉള്ളത്. അതുപോലെ ഇവിടെയും അതുപോലെ വെക്കുന്നു. അങ്ങനെ ഇതിന്റെ മുകളിലേക്ക് വീണ്ടും നമുക്ക് കയറ്റി വെക്കാം. ക്ലോത്തിന്റെ രണ്ട് സൈഡിലും നമുക്ക് ഈ കമ്പി കൊടുക്കാനുള്ള ഹോള് നമുക്ക് കാണാൻ സാധിക്കും. അതിലൂടെ ഇങ്ങനെ പതുക്കെ സ്മൂത്ത് ആയിട്ട്, കാരണം തിരക്ക് പിടിച്ച് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് കീറിപ്പോയാൽ പിന്നെ നമുക്ക് ചാൻസ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് അത് പ്രത്യേകം ഇപ്പോൾ ഇവിടെ നമ്മളൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഒരു ഷെൽഫിൽ പ്രത്യേകമായിട്ട് അവർ കൊണ്ടുവന്നിട്ടൊരു സിസ്റ്റം. ഈ കമ്പി എടുത്തിട്ട് അല്ലെങ്കിൽ ഇതെടുത്തിട്ട് ഈ സ്റ്റാൻഡ് പോലത്തെ ഈ സാധനം എടുത്തിട്ട് ഇവിടെ താഴെ നേരത്തെ കണ്ടിട്ടുള്ള ഈ ഹോൾ ഉണ്ടല്ലോ, ഈ സൈഡിലുള്ള ഹോൾ, ഈ ഹോളിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് അതുപോലെ അങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 12 ഷെൽഫോളം നമുക്ക് ഇതിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്.
രണ്ട് ടൈപ്പ് ക്ലോത്താണ് ഇതിൽ നമുക്ക് പ്രൊഡക്റ്റിന്റെ കൂടെ കിട്ടുന്നത്. ഒന്ന് വെർട്ടിക്കലായിട്ട് വെക്കാനുള്ളതും മറ്റൊന്ന് ഹൊറിസോണ്ടലായിട്ട് വെക്കാനുള്ളതാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു ടൈപ്പ് വെച്ചിട്ടുണ്ട്. മറ്റൊന്ന് വെക്കാനുള്ളത് സൈഡിലൂടെ ഈ ഷെൽഫുകൾ പൂർണ്ണമായിട്ടും മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ ഷെൽഫുകളും ഒന്ന് മറ്റൊന്നിനെ കാണാത്ത മറക്കുന്ന രൂപത്തിലുള്ള ഷെൽഫാക്കിയിട്ടാണ് ഇതിന് വെക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രൂപം കൂടെ ചെയ്തിട്ട് മറ്റൊരു രൂപത്തിലും നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാവുന്ന ഷെൽഫിനെ മാറ്റിയെടുക്കാവുന്നതാണ്. കാണാം, ഇതിങ്ങനെയാണ് നമ്മൾ രണ്ട് സൈഡിലും കൂടെ ഇങ്ങനെ ഇറക്കുക. ഇതിൻ്റെ ഓരോ ഷെൽഫും നമുക്ക് സെപ്പറേറ്റ് ഒന്നുകൂടെ പിന്നെ പ്രൈവസി കിട്ടുന്ന രൂപത്തിൽ ഷെൽഫുകൾ സെപ്പറേറ്റ് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അടുത്ത സ്വീറ്റ് ഷെൽഫുകൾ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഇതാണ് അവസാനം നമ്മൾ വ്യത്യസ്തമായ രൂപത്തിൽ സെറ്റ് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ സെറ്റ് ചെയ്തതിന് വ്യത്യസ്തമായി മറ്റൊരു സ്റ്റെപ്പായിട്ട് ഇവിടെയാണ് നമ്മൾ ലാപ്ടോപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റാൻഡ് പോലെ വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ താഴത്ത് മറ്റൊരു ഷെൽഫും കൂടെ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമാകുന്ന രൂപത്തിൽ നമുക്കിതിൻ്റെ സ്ട്രക്ചർ തന്നെ മാറ്റിയിട്ട് വൃത്തിയിൽ സെറ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നായിട്ട് ഇതിനെ മാറ്റിയെടുക്കാം. ഇനിയും മറ്റു വെറും 2 റോ ഹൈറ്റ് കൂട്ടിയിട്ട് വെക്കണമെങ്കിലും അങ്ങനെ ചെയ്യാവുന്നതാണ്.